ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏട്ടൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ നമ്മുടെ ബ്രൊമാൻസ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത അരുൺ ഡി ജോസ്, അതായത് നമ്മുടെ ജോ ആൻഡ് ജോയൊക്കെ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ സിനിമയായിട്ടുള്ള ബ്രൊമാൻസ്. അപ്പോൾ നമ്മുടെ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് എൻ്റെ റിവ്യൂസൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. പല ആൾക്കാർക്കും രസിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നു. പലർക്കും അത് ഭയങ്കര രസമായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ അശ്വന്ത് കോക്ക്, നമ്മുടെ പ്രമുഖ റിവ്യൂവർ, പറഞ്ഞു ഇത് അന്യായ സിനിമയാണ്, ഇതൊരു രക്ഷയില്ലാത്ത സിനിമയാണ്, വേറെ ലെവൽ. അറിയാമല്ലോ, പുള്ളിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കും ആശാൻ. അപ്പോൾ ആ രീതിയിലേക്കുള്ള റിവ്യൂ വന്നു. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പം അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ള ഒരു പടമാണെന്ന് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും പോയി ടിക്കറ്റ് എടുക്കാം എന്ന രീതിയിൽ പോയത് സിനിമയാണ്. അതായത് എനിക്കും എൻ്റെ കൂടെ വന്ന ആൾക്കും വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് ആ ഒരു ആംബിയൻസിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോമഡിയും കാര്യങ്ങളും ഒക്കെ ഒരുവിധമൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. ചിലർ പറയുന്നത് കേട്ടു, അതിൻ്റെ ആദ്യ പകുതി വരെ സിനിമ എന്താണെന്നൊരു രസമില്ലാതെ പോയി, സെക്കൻഡ് ഹാഫാണ് വളരെ മികച്ചെന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫായിരിക്കും കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നു. കോമഡിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഏൽക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലെ കുറച്ച് സീൻസൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ മാത്യു, അപ്പോൾ പുള്ളിക്കാരൻ്റെ കുറച്ച് സീനൊക്കെ വളരെ ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഈ മുതലിനെ ഇല്ലാതെ നമുക്ക് ഈ സിനിമ ചിന്തിക്കാനേ പറ്റത്തില്ല. ഹരിഹരസുധൻ, അതായത് നമ്മുടെ സംഗീത് പുള്ളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പെർഫോമൻസാണ്. പുള്ളിയെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ആ രീതിയിലാണ് സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. അന്യായ പെർഫോമൻസാണ്. അപ്പോൾ നമ്മളത് പ്രേമലൂരിൽ തന്നെ ശ്രദ്ധിച്ച ഒരു കേസാണ്. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കയറി വരാൻ സാധ്യതയുള്ള ആളാണ്, നന്നേ ബോധ്യപ്പെട്ടതാണ്. അതിപ്പോൾ തെളിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ പ്രേമലു ടീം എല്ലാം ഇതിലുണ്ട്. നസ്ലിനില്ല, പിന്നെ അതുപോലെ മമിത ഇല്ല, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പടമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ലോജിക്ക്, അതിപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോഴുള്ള മലയാള സിനിമകളിൽ എടുത്തു കഴിഞ്ഞാൽ, മലയാള സിനിമകളിലെ ഒട്ടുമിക്ക സിനിമകളിൽ ലോജിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വർക്കൗട്ട് ആവത്തില്ല. അയ്യോ അതെന്താ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ ആ സിനിമ തീർന്നു. പിന്നെ നമുക്കവിടെ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ കോമഡി വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് അതിൻ്റെ സീൻ ബേസ് ചെയ്തതാണ്. ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ആ സീനിൽ ആ പറഞ്ഞ കോമഡി വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ വെച്ച്, ആ സിറ്റുവേഷനിലുള്ള കഥാപാത്രങ്ങൾ വെച്ച് ആ കോമഡി നമുക്ക് വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. നമ്മൾ മുമ്പത്തെ കാര്യങ്ങളുമായിട്ട് ചിന്തിക്കുമ്പോഴാണ് അതെന്ത് അങ്ങനെ, അതെന്ത് ഇങ്ങനെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. ലോജിക്കലിയൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പടം പൊളിപ്പടം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് അതൊരു കോമഡി പടമാണെന്നുള്ളതും കുറേ ലോജിക്കും കാര്യങ്ങളൊക്കെ നമ്മളവിടെ മാറ്റി വയ്ക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഒരു സിനിമ അല്ലെങ്കിൽ അതിനൊരു നോർമൽ ഒരു ലവ് സ്റ്റോറി വേണം, അതിനൊരു നായകനും നായികയും വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കൺവെൻഷണൽ ടൈപ്പ്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സിനിമകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വേണം നമ്മൾ ഈ ഒരു സിനിമയൊക്കെ പോയി കാണാൻ വേണ്ടി. ഒരു സംഭവം നടക്കുന്നു, അതിനു വേണ്ടിയുള്ള കഥാപാത്രങ്ങൾ, അതിന് തക്കതായിട്ടുള്ള സിറ്റുവേഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതിലങ്ങനെ നായകനും നായികയൊന്നുമില്ല, എല്ലാവരും നായകന്മാരാണ്. അപ്പോൾ നായികയായിട്ട് പിന്നെ നമുക്ക് ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും നമുക്ക് വേണമെങ്കിൽ നായകന്മാരെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ പയ്യൻ ഒരു പടി മുകളിൽ നിൽക്കും, ആ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു വൺ ടൈം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ആ ഒരു ആംബിയൻസിൽ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ചിരിക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ളത് തന്നെയാണ്. ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് എല്ലാം മറന്ന് കുറച്ച് നേരം ഒന്ന് ചിരിക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ചില സീനുകളൊക്കെ നമുക്ക് വർക്കാവത്തില്ല. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു കോമഡി ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും. നമുക്ക് അത്രത്തോളം വർക്കൗട്ട് ആവണമെന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സീനുകളുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും അത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. കൊള്ളാം,
ഒരു നല്ല ഒരു കോമഡി മൂവി. നമ്മുടെ സമയം പോകുന്നത് അറിയത്തില്ല. നമ്മുടെ ഇൻ്റർവെല്ലായതും സിനിമ തീർന്നതൊന്നും പെട്ടെന്ന് തീർന്നത് പോലെയൊക്കെ തോന്നും. അത് തന്നെയാണ് പലരുടെ അഭിപ്രായം. കാരണം അങ്ങനെയാണ്, പെട്ടെന്ന് സമയം പോകും. നമ്മളൊരു കാര്യം നമ്മൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ കണ്ടിരിക്കുകയാണെങ്കിൽ സമയം വളരെയധികം പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് സമയം പോയതായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.